തൃശ്ശൂരിനെ വിറപ്പിക്കാൻ പുലികൾ തയ്യാറായി കഴിഞ്ഞു. പുലികൾ മടയിൽ നിന്ന് ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഇനി പുലിത്താളത്തിനൊത്ത് ചുവട് വയ്ക്കുന്ന സ്വരാജ് റൗണ്ട് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ നിന്നും അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, 9 സംഘങ്ങളായി ഏകദേശം 459 പുലികൾ, ഇതാണ് കണക്ക്. എല്ലാവരും തയ്യാറായി കഴിഞ്ഞു. തീർച്ചയായിട്ടും എല്ലാ പുലിമുടകളിലും ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. എല്ലാവരും ഇപ്പോൾ ആ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സീതാറാം മിൽസിൽ പെൺപുലികൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ രാവിലെ മുതൽ പറയുന്നതാണ്. ഇവരുടെയൊക്കെ ഈ മെയ്യെഴുത്തിനൊക്കെ പല പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ് അല്ലേ? ഇതിൽ എന്തെങ്കിലുമൊക്കെ സസ്പെൻസ് ഉണ്ടോ? ലൈറ്റ്, ബാല്, ഷൂ, അങ്ങനെയാണ് പുതിയ മോഡലുകളാണ്. ഈ ലൈറ്റൊക്കെ ഒന്ന് ഇരുട്ടുമ്പോൾ, അതായത് ഇപ്പം നമ്മൾ തുടങ്ങി ഒരു 7 മണിയാകുമ്പോൾ ലൈറ്റ് കത്തും. അതാണ് ഈ തീ വരച്ചിരിക്കുന്ന ചായത്തിൽ 7 മണിയാകുമ്പോൾ, രാത്രിയാകുമ്പോൾ, അതായത് രാത്രിയാകുമ്പോൾ ആ ലൈറ്റ് കത്തുന്നത് കാണാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു സസ്പെൻസ്. എന്തായാലും അത് കാണാൻ വേണ്ടി ഇനിയിപ്പോൾ കാത്തിരിക്കുക എല്ലാവർക്കും. നമുക്ക് ആ രാത്രി സമയമാകുമ്പോൾ മോനുണ്ട് കൂടെ, ഒരുപാട് കാലമായി, 8 വർഷം മോനുണ്ട് കൂടെ. നന്ദിക്കര വീട് ഇതൊരു ആവേശമാണ് പുലികളി. അത് തന്നെ ആവേശം. പൂരം കഴിഞ്ഞ പിന്നെ ആവേശം ഈ പുലികളി തന്നെ. അതാണ്, അത് വലിയ ആവേശമാണ് ഈ പുലികളി എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായി എല്ലാം തയ്യാറായി എന്താ പ്രതീക്ഷ? നിങ്ങൾ കപ്പെടുത്ത് വരും തന്നെ. ഏതൊക്കെ മേഖലകളിൽ കപ്പെടുക്കുന്നത് ഇവിടെ സീതാറാമില്ലാണ് കപ്പെടുക്കുന്നത്. തീരുമാനങ്ങൾ അതൊക്കെ വെറൈറ്റി നമ്മൾ ഇറക്കിയിട്ടുകൊണ്ടിരിക്കൊള്ളാം. കഞ്ഞിലോട്ട് നല്ല വെറൈറ്റിയുള്ള സാധനങ്ങളാണ് ഇറക്കിയുള്ളത്. തൃശ്ശൂരിനെ ഒരു പാലക്കാട്ടത്തെ ഒരു പുലിയുണ്ട്. അതെ, പാലക്കാട്ടിലെ പുലിയാണ്. പാലക്കാട് ടൗണിൽ കല്ലേപ്പുള്ളി എന്നാണ് വരുന്നത്. ആദ്യമായിട്ട് വരികയാണ്? അല്ല, ഞാൻ രണ്ടാമത്തെ തവണ. ഈ പാലക്കാട് നിന്ന് തൃശ്ശൂരിലെത്തി. ഞാനും പാലക്കാട് നിന്ന് വരുന്നത്. പാലക്കാട് നിന്ന് ഇവിടെ ഇതൊരു പ്രത്യേകതരം വൈബാണ്. നമ്മുടെ നാട്ടിൽ നെമ്മാറവേലിയും കുനിശ്ശേരി കുമ്മാട്ടിയും കല്ലേപ്പുള്ളി കുമ്മാട്ടിയും പോലെ ഇതൊരു വേറൊരു വൈബ്. നമ്മൾ റൗണ്ടിൽ ഇന്ന് നമ്മളാണ് സ്റ്റാർ, നമ്മളാണ് പുലികൾ. ഈ പുലി ഇറങ്ങി കഴിഞ്ഞാൽ ആരും കേസ് കൊടുക്കില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവരും ആഘോഷിക്കുന്ന ഒരു പുലിയിറക്കമാണ് നമ്മുടെ തൃശ്ശൂരിന്റെ പുലിയിറക്കം. എല്ലാം പൂർത്തിയായോ? പൂർത്തിയായി. ഞാനും പാലക്കാട് തന്നെയാണ്. ആലത്തൂരാണ് സ്ഥലം. ആലത്തൂരിനാണ്? ആലത്തൂർ എൻ്റെ അടിപൊളി. നമ്മൾ നാട്ടുകാരെ തകർക്കും. ആദ്യമായിട്ട് വരികയാണോ? ഞാൻ ഫസ്റ്റ് ടൈമാണ് രഘുവിനെ കൊണ്ടുവന്നത്. ഈ ഇത്രയും നേരം കൈയൊക്കെ ഇങ്ങനെ വിടർത്തി നിൽക്കണം, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അടിപൊളി. എല്ലാവരും ഒരേ വൈബിൽ നിൽക്കുമ്പോൾ നമ്മൾ അവരുടെ കൂടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുക. അത്ര തന്നെ. ബുദ്ധിമുട്ടും തോന്നി? ഒരു ബുദ്ധിമുട്ടില്ല. ഏതായാലും എൻ്റെ നാട്ടുകാരൻ ഉൾപ്പെടെയാണ്, അവരൊക്കെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും തോന്നിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അത്രയേറെ രസകരമായിട്ടാണ് ഇത്, അവർ എൻജോയ് ചെയ്യുകയാണെന്നുള്ളതാണ്. പല നാടുകളിൽ നിന്നും, അതായത് തൃശ്ശൂർക്കാർ മാത്രമല്ല, അതല്ലാതെ പുറത്തു നിന്നുള്ള ആളുകളൊക്കെ ഈ പുലികളിയിൽ എങ്ങനെ വേഷം അണിയുന്നു, ഇതിന്റെ ഒരു രസം എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. അരുൺ തുടരുക. എന്തായാലും അവിടെ വരയൻ പുലിയും പുള്ളിപ്പുലിയും ഫ്ലൂറസന്റ് പുലിയും ഒക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അരുണിലേക്ക് എത്താം കൂടുതൽ കാഴ്ചകളിലേക്കും. ഒപ്പം മിഥുനിലേക്കും സനുവിലേക്കും പോവുകയാണ്. സനു, ഒരുക്കങ്ങൾ അങ്ങനെ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. കൃത്യം എത്ര മണിയോടുകൂടിയായിരിക്കും ഫ്ലാഗ് ഓഫ് ചടങ്ങുകൾ ആരംഭിക്കുക? അതോടൊപ്പം തന്നെ പുലികളി കൂടാതെ മറ്റെന്തെല്ലാം കലാരൂപങ്ങളും ഈ ഘോഷയാത്രയിൽ അണിനിരക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമുക്ക് അരുണിലേക്ക് തന്നെ തിരികെ എത്താം. മിഥുനിലും അയ്യപ്പനിലേക്കും എത്താം. അവരും പുലിക്കളിയുടെ ആവേശ കാഴ്ചകൾ പ്രേക്ഷകരിൽ എത്തിക്കുന്നതിന്റെ തിരക്കിലാണ്. അരുൺ, നമ്മളോടൊപ്പം ആ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്ന പുലികൾ പറഞ്ഞത് എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും അങ്ങനെ നിൽക്കാം, കാരണം ആവേശം അത്രത്തോളം ഉണ്ട് എന്നാണ്. ചില സർപ്രൈസുകളും ഉണ്ട് എന്നൊക്കെ ചിലർ സൂചിപ്പിക്കുന്നുണ്ട്. ഈ വരയൻ പുലി, പുള്ളിപ്പുലി കൂടാതെ ഫ്ലൂറസന്റ് പുലി, അതിൻ്റെ ഒരു ഭംഗി അറിയണമെങ്കിൽ ഏകദേശം സന്ധ്യയോട് അടുക്കണം. എന്നാൽ മാത്രമേ എങ്ങനെയാണ് ഇതിൻ്റെ ഭംഗി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ സർപ്രൈസുകൾ എന്തെല്ലാമാണ് ഒളിഞ്ഞിരിക്കുന്നത്? അതായത് ആ ചിത്രം വരയിൽ തന്നെ, അതായത് മെയ്യെഴുത്തിൽ തന്നെയാണ് പലതരത്തിലുള്ള സർപ്രൈസുകൾ ഉണ്ട് എന്ന് പറയുന്നത്. അതായത് ശരീരത്തിൽ ആ ചിത്രങ്ങൾക്ക് ഓരോ വർഷവും എന്തൊക്കെ പുതുമ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവർ പ്രധാനമായിട്ടും
പരീക്ഷിക്കുന്നത്. ഓരോ ആർട്ടിസ്റ്റുകളും ആ മെയ്യെഴുത്തിൽ ഓരോ കാലത്തും ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നൊക്കെ കൃത്യമായിട്ട് അവർ മനസ്സിലാക്കി അത്തരത്തിലാണ് ഇവർ ശരീരത്തിൽ മെയ്യെഴുത്ത് നടത്തുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം ആ ഓരോ പുലികളും പല വർണ്ണങ്ങൾ, അതുപോലെ തന്നെ ഇതിന് രാത്രിയിൽ കുറച്ച് തിളക്കം കൂടുന്ന തരത്തിലുള്ള അത്ഭുതങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ ആർട്ടിസ്റ്റുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഈ പുലികളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് അത് ഈ മെയ്യെഴുത്ത് തന്നെയാണ്. മെയ്യെഴുത്തിൽ ഏതൊക്കെ തരത്തിലുള്ള വിസ്മയങ്ങൾ ഉണ്ടാവും എന്ന് ഓരോ ആളുകളും കാത്തിരിക്കുകയാണ്. അതായത് പുലികളി ആസ്വദിക്കാനായി തയ്യാറായിട്ടുള്ള, കാണുന്നതിന് വേണ്ടിയൊക്കെ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ റോഡരികിലാണെങ്കിലും ആ റൗണ്ടിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഇപ്പോൾ തന്നെ തിങ്ങി വിങ്ങി നിൽക്കുന്നുണ്ട്. അവരൊക്കെ എന്താണ് ഇത്തവണ പുതുതായിട്ടുള്ളത് എന്ന് അവർ കൃത്യമായിട്ട് തന്നെ നോക്കാൻ വേണ്ടിയിരിക്കുന്നു. ഒപ്പം ജഡ്ജസും ഇത് കൃത്യമായി നോക്കുന്നുണ്ട്. അതായത് ഈ ഒന്നാം സ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ ആ ഒന്നാം സ്ഥാനം വെറുതെ കൊടുക്കുകയല്ല, ആ ഒന്നാം സ്ഥാനത്തിൽ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് ഇതെന്താണ്, ഏത് തരത്തിലുള്ള പ്രത്യേകതകളാണ് ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. പെൺപുലികളും തയ്യാറായി കഴിഞ്ഞു. എന്തായി പെൺപുലി ഇത്തവണ തുടർച്ചയായി 3ാമത്തെ വർഷമല്ലേ? അതെ, അടിപൊളി, സൂപ്പർ, ആവേശമായി. നമ്മളിത് ആയി കഴിഞ്ഞു, ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി നിന്നതാ. ഇപ്പോൾ ഇത് ചായപൂശാനൊക്കെ ഇപ്പോൾ മെയ്യെഴുത്തപ്പോൾ തുടങ്ങിയാണ്? 1 മണിയൊക്കെ ആയിപ്പോൾ തുടങ്ങി. 2-3 കോട്ടി ഇടണമല്ലോ, അപ്പോൾ ഓരോ പ്രാവശ്യം ഇട്ടിട്ട് ഉണങ്ങിയിട്ട് വേണം നമ്മൾ ഇടാനായിട്ട്. മൊത്തം 3 കോട്ടി ഇടും. എന്താ പ്രതീക്ഷ? എന്താണ്? ഞങ്ങൾ കപ്പടിക്കും, അത് വേറെ പ്രതീക്ഷയൊന്നുമില്ല, കപ്പടിക്കാൻ പോണ്. സീതാറാം വിൽദേശം. ഇത്തവണ നിങ്ങൾക്ക് ഈ പുലികളി സംഘങ്ങൾക്ക് കുറച്ചൊരു സാമ്പത്തികപരമായിട്ടുള്ള സഹായങ്ങളൊക്കെ അതിൻ്റെ സ്പെഷ്യൽ ഇതാ, ഞങ്ങൾക്ക് വാലൊക്കെ ഉണ്ട്. വാലുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് വാലില്ലായിരുന്നു, ഇപ്പോൾ വാലുണ്ട്. ഇതാ ഇത് ലൈറ്റ് കത്തും രാത്രിയാകുമ്പോൾ. പിന്നെ വേറെ എന്തൊക്കെയോ വെറൈറ്റീസ് ഒക്കെ വരുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല ഒന്നും. അതിലേക്ക് പോവാണ് വെറൈറ്റീസ് അവിടെ. എത്ര പെൺപുലികളുണ്ട് ഇവിടെ? ഞാൻ മാത്രമേ ഉള്ളൂ. ഏതായാലും സീതാറാമിലെ പെൺപുലി അവർ തുടർച്ചയായ 3ാമത്തെ വർഷമാണ് ഇത്തരത്തിൽ ഇറങ്ങുന്നത് നിരത്തിലേക്ക്, റൗണ്ടിലേക്ക് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒരുപാട് മറ്റു പുലികളും തയ്യാറായി നിൽക്കുന്നുണ്ട്. ഈ സർപ്രൈസുകൾ തന്നെയാണ്. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ഓരോരുത്തരും പറയുന്നത് സർപ്രൈസുകളെ കുറിച്ച് തന്നെയാണ്. ഈ ഒരു ലൈറ്റ് കത്തുന്ന തരത്തിൽ അരപ്പട്ടയ്ക്ക് താഴെയായിട്ട് കാണാൻ സാധിക്കുന്നു. അത് ഇപ്പോൾ അത് ലൈറ്റാണെന്ന് നമുക്ക് ഇത്ര നേരം മനസ്സിലായിരുന്നില്ല. അവർ പറഞ്ഞപ്പോഴാണ് അത് ലൈറ്റാണെന്ന് മനസ്സിലായത്. ഏതായാലും ഈ പുലിയുടെ അരപ്പട്ടയ്ക്ക് താഴെയായിട്ടും അത്തരത്തിലൊരു ലൈറ്റ് പോലൊരു സാധനം കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള സർപ്രൈസുകൾ ഒളിപ്പിച്ചിട്ടുണ്ട്. മെയ്യെഴുത്തും ഇങ്ങനെ ആവേശത്തോടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ആളുകളെ നമുക്ക് വലിയൊരു ഇപ്പം തന്നെ ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. ഇതാ ഒരു യുവാക്കളുടെ വലിയ ഗ്യാങ് ഉണ്ട്. വലിയ ആവേശമാണ്. പുലികളി എങ്ങനെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? പുലികളി എത്രത്തോളം ആവേശമുള്ള കാര്യമാണ്? നമ്മുടെ കൂട്ടുകാരൻ്റെ അച്ഛനാണ്, എത്ര കൊല്ലങ്ങൾക്ക് ശേഷം പുലിയാവണാണ്. അപ്പൊ ഈ പ്രാവശ്യത്തെ എല്ലാ സപ്പോർട്ടും നമ്മുടെ ഏതായാലും യുവാക്കളുടെ വലിയൊരു സംഘം തന്നെ ഉണ്ട്. അവരൊക്കെ വലിയ ആവേശത്തോടു കൂടെ തന്നെ ആ പുലികളിക്ക് ഇവിടെ ഇപ്പൊ മടയിൽ തന്നെ ഇത്ര ആവേശം, അപ്പൊ നമുക്ക് റൗണ്ടിലേക്കൊക്കെ എത്ര ആവേശം ഉണ്ടാവും എന്നുള്ളത് വലിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇവിടെ തന്നെ ഈ ഒരുക്കങ്ങളുടെ ഇടയിൽ തന്നെ ആളുകളുടെ ആവേശം എന്തായാലും അത് ദൃശ്യമാണ്. അരുൺ, നമുക്ക് സാനുവിലേക്കും മിഥുനിലേക്കും പോകാം. മിഥുൻ, സാനു കേൾക്കുന്നുണ്ട് എന്ന് കരുതുന്നു. കൃത്യം 4:30 തന്നെയാണ് ഫ്ലാഗ് ഓഫ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പുലികളെല്ലാവരും തയ്യാറായി കഴിഞ്ഞു. ഒപ്പം പുലികളെ വരവേൽക്കാൻ അവിടെ ചുറ്റും തടിച്ചുകൂടിയിരിക്കുന്ന പുലികളുടെ ആരാധകരും ഒക്കെ അങ്ങനെ ആവേശത്തിമിർപ്പിൽ തന്നെയാണ്. എന്താണ് അവിടെ നിന്നുള്ള കാഴ്ച? തൃശ്ശൂരിൽ പുലി ഇറങ്ങാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളുമൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. മെയ്യെഴുത്ത് പൂർത്തിയാക്കി ചമയങ്ങൾ അണിഞ്ഞ പുലികൾ മടയിൽ നിന്ന് ഇറങ്ങി തുടങ്ങി. ഇനി പുലിത്താളത്തിനൊത്ത് ചുവട് വെച്ചാൽ മാത്രം മതി. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് തേക്കിൻകാട് ഒരു പുലിക്കാടായി മാറുന്ന കാഴ്ച തന്നെയാണ്. 9 സംഘങ്ങളായി 459 പുലികളാണ് ഏകദേശം ഉള്ളത്. അതിൽ പെൺപുലികളും കുട്ടിപ്പുലികളും ഒക്കെ ഉണ്ട്. എന്തായാലും ആവേശ തിമിർപ്പിൽ തന്നെയാണ്. സാനുവിലേക്ക്. സാനു, കേൾക്കാൻ കഴിയുന്നുണ്ടോ? പറയൂ.
വെളിയന്നൂർ ദേശത്തിനാണ് ഔദ്യോഗികമായിട്ടുള്ള ഫ്ലാഗ് ഓഫ് സർക്കാരിന്റെ ഭാഗമായിട്ട് നൽകുക. അതിനുശേഷം ഓരോ പുലികളും ഈ സ്വരാജ് റൗണ്ടിലേക്ക് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴിയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചത്. എന്തായാലും അവിടെ ഔദ്യോഗികമായിട്ട് ചടങ്ങുകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വെളിയന്നൂർ ശങ്കരൻകുളങ്ങര ദേശം അവരുടെ പുലിക്കൊട്ടിനൊപ്പം താളം വെച്ചുകൊണ്ട് പുലിക്കൂട്ടങ്ങൾ ഈ പ്രദക്ഷിണ വഴിയിലേക്ക് ആദ്യം തന്നെ അവരുടെ ടാബ്ലോ എത്തി. അതിൽ തന്നെ നിരവധി വ്യത്യസ്തതകൾ നിറച്ചുകൊണ്ട് ആദ്യത്തെ ടാബ്ലോ എത്തിയതേ ഉള്ളൂ. അതിൽ തന്നെ വലിയ സസ്പെൻസുകളുണ്ട്. ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു, അണിയറയിൽ എന്തൊക്കെയാണ് ഒരുങ്ങിയിട്ടുള്ളത്, അവരെന്തൊക്കെയാണ് ഇനി പുറത്തെടുക്കാനുള്ളത്. സാധാരണ നമ്മൾ തൃശ്ശൂർ പൂരത്തിനാണ് പറഞ്ഞു കേൾക്കാറുള്ളത്, കേട്ടുകേൾവിയുള്ളത്. നിരവധി സസ്പെൻസുകൾ വെടിക്കെട്ടിലും മേളത്തിലും അടക്കം നിരവധി സസ്പെൻസുകൾ ഒളിപ്പിച്ചു വയ്ക്കുന്നത് ആ ഒരു പൂരത്തിലാണ്. ആ പൂരത്തിനെ കിടപിടിക്കുന്നത് പോലെ തന്നെ അവർ ഈ ഒരു പുലികളിക്കും അല്ലെ പുലിക്കളിയിലേക്കും അവർ സസ്പെൻസുകൾ നിറയ്ക്കുന്നു. ആ പുലിക്കളിയിലും സസ്പെൻസുകൾ നിറച്ചുകൊണ്ട് അവർ സ്വരാജ് റൗണ്ടിലേക്ക് ചുവട് വയ്ക്കുന്നു. അത് തന്നെ വലിയൊരു ആവേശമാണ്. അതായത് പൂരം എന്നൊരു ആവേശമാണെങ്കിൽ ഒരു ആരവമായിക്കൊണ്ട് ഓണാഘോഷത്തിന്റെ പരിസമാപ്തി കുറിക്കുന്ന ഒരു ആവേശമായിക്കൊണ്ട് ഒരു ആഘോഷമാക്കിക്കൊണ്ട് ഈ പുലിക്കളി മാറുകയാണ്. എന്തായാലും ഈ ശങ്കരൻകുളങ്ങര ദേശം മെല്ലെ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയും വരാൻ നിരവധി ടീമുകളുണ്ട്. ഇനി കൂടുതൽ മറ്റു വിവരങ്ങൾ ഈ ഏതൊക്കെ ടീമുകളാണ് എത്താനുള്ള മറ്റു വിവരങ്ങളുമൊക്കെ ആയിട്ട് മിഥുനും കൂടി ചേരുകയാണ്. മിഥുൻ, ഇനി എന്തൊക്കെയാണ് ഇവർ ഈ സസ്പെൻസുകളായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്? ഈ രാവിലെ മുതൽ ഈ പുലിക്കളിയുടെ പല വിധത്തിലുള്ള കാഴ്ചകളെല്ലാം മാധ്യമങ്ങളിലൂടെയാണ് പ്രേക്ഷകരെല്ലാം കണ്ടത്. പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ അയ്യന്തോൾ ദേശത്തു നിന്നും സീതാറാം ദേശത്തു നിന്നും അതുപോലെ തന്നെ വിയ്യൂർ ദേശത്ത് നമ്മുടെ അരുൺ ആലത്തൂരും എല്ലാം രാവിലെ മുതൽ അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ടെങ്കിലും ഈ പുലിക്കളിയുടെ ആദ്യമായിട്ടുള്ള അതിൻ്റെ യഥാർത്ഥ സ്വരൂപം അല്പനിമിഷം മുമ്പാണ് പ്രേക്ഷകരെല്ലാം കണ്ടത്. അത് നടുവിലാൽ ജംഗ്ഷനിൽ വന്ന് നടുവിലാൽ ഗണപതിക്ക് മുമ്പിൽ ശങ്കരൻകുളങ്ങര ദേശം തേങ്ങ ഉടച്ച് ആരംഭിച്ചപ്പോഴാണ് അതിൻ്റെ ഒരു പുലികളിയുടേതായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് ആദ്യ കാഴ്ചകൾ എത്തിയത്. ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്ന കാഴ്ച അയ്യന്തോൾ ദേശത്തിൻ്റെതാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ നടുവിലാൽ ജംഗ്ഷനിലേക്കാണ്, ഈ നടുവിലാൽ ജംഗ്ഷൻ വഴിയാണ് ഏറ്റവും കൂടുതൽ ഈ പുലിക്കളി സംഘങ്ങൾ കയറി വരുന്നത്. ഈ നടുവിലാൽ ജംഗ്ഷനിൽ വഴി വരുന്നത് ഇപ്പോൾ ശങ്കരൻകുളങ്ങര ദേശം കടന്നുപോയി. ഇനി വരാനുള്ളത് അയ്യന്തോൾ ദേശം വരുന്നുണ്ട്, ചക്കാമുക്ക് ദേശം വരുന്നുണ്ട്, സീതാറാമിൽ ദേശം എന്നീ 4 ടീമുകളാണ് ഇതുവഴി വരുന്നത്. അതേപോലെ തന്നെ നായ്ക്കനാൽ ജംഗ്ഷൻ വഴി നായ്ക്കനാൽ ദേശം വരുന്നുണ്ട്, പാട്ടുരായ്ക്കൽ ദേശവും വരുന്നുണ്ട്. ഈ സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കും. മറ്റൊന്ന് ബിനി ജംഗ്ഷൻ വഴിയുള്ള വരവാണ്. അത് കുട്ടൻകുളങ്ങര ദേശവും കല്യാൺ ജ്വല്ലേഴ്സിന് സമീപത്ത് നിന്ന് യുവജന സംഘം വിയ്യൂരും നടുവിലാൽ ജംഗ്ഷൻ വഴി നമ്മളിപ്പോൾ കഴിഞ്ഞ പോലെ ഇവരെല്ലാം കടന്നു വരികയും ചെയ്യും. ഇങ്ങനെ 450ഓളം പുലികൾ. ഈ തേക്കിൻകാട് എന്ന് പറയുന്നത് നമുക്കറിയാം തേക്കുകളുടെ ഒരു കാടാണ്. ഇപ്പോൾ അവിടെ പുലി നിറഞ്ഞ കാടായി മാറാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ ശങ്കരൻകുളങ്ങര ദേശത്തിൻ്റെ പുലികൾ ഇങ്ങനെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രദക്ഷിണ വഴിയിലൂടെ കുംഭകുലുക്കി അരമണി കുലുക്കി ഗർജനങ്ങളെല്ലാം തന്നെ പുറപ്പെടുവിച്ച് ഈ മറ്റെവിടെയും ഇല്ലാത്ത കൊട്ട് എന്നുള്ളതാണ് ഈ പുലിക്കൊട്ടിൻ്റെ ഒരു പ്രത്യേകത. ഈ തൃശ്ശൂർ പുലിക്കളിക്ക് കൊട്ടുന്ന കൊട്ട് മറ്റെവിടെയും കൊട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഈ താളം വേറെ എവിടെയും കേൾക്കാൻ വഴിയില്ല. ഈ പുലിക്കളി കാണണമെങ്കിൽ ഈ തൃശ്ശൂർ പുലിക്കളിയുടെ ഒരു പുനരാവിഷ്കരണം മറ്റെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കാണാൻ സാധിക്കൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതെവിടെ മാത്രം കാണുന്ന എക്സ്ക്ലൂസീവ്ലി തൃശ്ശൂരിൽ മാത്രം കാഴ്ചയാണ്. അത് കേരളത്തിലേക്ക് ഒട്ടാകെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇന്ന് ഈ നാട് മുഴുവൻ, ഈ കേരളം മുഴുവൻ ഒറ്റുനോക്കുന്ന ഒരു ഓണക്കാഴ്ചയാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വീടുകളിൽ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓണം. പൂക്കളമിട്ടും സദ്യയുണ്ടും ഊഞ്ഞാലാടിയും തിരുവാതിര കളിച്ചുമെല്ലാം ചെറിയ ചെറിയ ക്ലബ്ബുകളിലെല്ലാമുള്ള കാഴ്ചകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മാസ് ഇവന്റ് നടക്കുന്നത് ഇന്നാണ് എന്ന് തന്നെ വേണം പറയാം. ഒരു പക്ഷേ നമുക്ക് അതിനു മുമ്പ് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഒരു മാസ് ഇവന്റ് കാണുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് താളമേള വാദ്യ വിസ്മയം, ഒപ്പം തന്നെ ആര് ജയിക്കുമെന്ന് കണ്ടെത്താനുള്ള വാശിയേറിയ മത്സരം, ഇങ്ങനെയെല്ലാം നടക്കുന്ന ഒരു മാസ് ഇവന്റ് നടക്കുകയാണ്. നമുക്ക് എന്തായാലും അതിനുള്ള ഒരുക്കങ്ങളിലേക്ക് ഇനി കടക്കുകയാണ്. കൃത്യം 4:30 തന്നെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വിശേഷങ്ങളിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. Moria Shirts and Moria Vastra Ethnic Collections. Moria for the warriors of life. ഗോപോ നന്ദിരത്തി മാർക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നടക്കും.